ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബഹുമാനായ രമേശ് ചെന്നിത്തല വളരെ ശക്തമായി അവസാനം ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർ, ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഈ കാലം ഫാസിസ്റ്റ് കാലമാണ് എന്ന് പറയണം. അങ്ങനെ പറയുന്നില്ല. CPIM അതിൽ ഒരു പ്രത്യേക വ്യത്യസ്ത നിലപാടെടുക്കുന്നു. സർ, നമ്മുടെ രാജ്യം പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതല്ലേ. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാലം, അല്ലെങ്കിൽ ഈ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായൊരു വശം ജീവിക്കാനുള്ള അവകാശമാണല്ലോ. സർ, ജീവിക്കാൻ അവകാശമില്ലാതാകുന്നത് ഏത് ഘട്ടത്തിലാണ്? ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുണ്ടാവില്ലല്ലോ. സാധാരണ നിരക്ക് ഹിറ്റ്ലറുടെ ഫാസിസത്തിൻ്റെ ഘട്ടത്തിലാണല്ലോ അതുണ്ടായത്. അവിടെ നാസിസവും ഫാസിസവും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ നടപ്പാകുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനതിൻ്റെ ഒന്നും ചരിത്രത്തിലേക്കല്ല പോകുന്നത്. ജീവിക്കാനുള്ള അവകാശമടക്കമുള്ള മൗലികാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിലുണ്ടായില്ലേ സർ? അതായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലം. ആ കാലത്തെ CPIM എന്താണ് വിശേഷിപ്പിച്ചത് എന്ന് രമേശ് ചെന്നിത്തലക്കറിയോ? അമിതാധികാരവാഴ്ചയുടെ കാലം. സർ, ഞങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എപ്പോഴും ശരിയായ അപഗ്രഥനത്തിന് ശേഷമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ഭരണത്തെ അമിതാധികാരവാഴ്ച എന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ചത്. ഫാസിസത്തിൻ്റേതായ ഒട്ടേറെ സ്വഭാവവിശേഷങ്ങൾ ആ ഭരണത്തിലുണ്ടായിരുന്നില്ലേ? അന്നത്തെ കഥകളൊന്നും ഞാൻ പറയണ്ടല്ലോ, എന്തെല്ലാം നടന്നിരുന്നു. അപ്പം അതാണ് CPIMൻ്റെ ഒരു രീതി. അതിൻ്റെ ഭാഗമായി ഈ കാലത്തെ വിലയിരുത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫാസിസ്റ്റ് പ്രവണതയുള്ള RSS നയിക്കുന്ന BJPയുടെ ഗവൺമെൻറ്, അത് കൃത്യമായ ഞങ്ങളുടെ വിലയിരുത്തലാണ്. മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 62 സീറ്റിൽ ധാരണയുണ്ടാക്കിയെന്ന് പറഞ്ഞത് പണ്ട് നിങ്ങളുണ്ടാക്കിയ ധാരണയേക്കാളും കൂടുതൽ സീറ്റ് ഞങ്ങൾ ധാരണയുണ്ടാക്കി എന്ന് ആക്ഷേപിക്കാനായിരിക്കും എന്നാണ് ധരിക്കേണ്ടത്. നിങ്ങളെ മുഖത്ത് നോക്കിയാണ് RSS നേതാവ് ചോദിച്ചത്, 43 സീറ്റിൽ നിങ്ങൾ ഞങ്ങളുമായി ധാരണയുണ്ടാക്കിയതിൻ്റെ ഭാഗമായല്ലേ അധികാരത്തിലിരിക്കുന്നത് എന്ന്. ആ കാര്യം ഓർമ്മ വേണം എന്ന് RSS ചോദിച്ചത് നിങ്ങളെ നോക്കിയേ. ഞങ്ങൾ അത്തരം രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരല്ല. ആ രാഷ്ട്രീയ നെറികേടിൻ്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. ഞാൻ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല അത്തരം കാര്യങ്ങളിലേക്ക്. ഇവിടെ നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്തോ വല്ലാത്തൊരു സംഭവം നടന്നു എന്നുള്ള മട്ടിലാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. സർ, അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഗവർണറുടെ പാലം കടന്നിട്ടാണ് ചെന്നതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കാര്യം ആദ്യം ഞാൻ പറയാം. എനിക്കവിടെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗവർണർ എല്ലാ MP-മാർക്കും ഒരു അത്താഴ വിരുന്ന് കൊടുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ. ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഡേറ്റ് ഓർത്തുകൊണ്ടല്ല, ഡൽഹിയിലുള്ള പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ആ പരിപാടിക്ക് അദ്ദേഹം പോകുന്നത് ഞാൻ സഞ്ചരിക്കുന്ന അതേ വിമാനത്തിലാണ്. പിറ്റേ ദിവസമാണ് പരിപാടി. പിറ്റേ ദിവസമാണ് എനിക്ക് PB മീറ്റിംഗ് അവിടെ ഉള്ളത്. രാത്രിയത്തെ ഫ്ലൈറ്റിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്.
അപ്പോൾ ഞങ്ങൾ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നാളെയാണ് ആ പരിപാടി, നിങ്ങൾ വരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, യാദൃശ്ചികമാണല്ലോ ഇത്, ഞാൻ ആ ദിവസം ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഏതായാലും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിപാടിയിൽ പോയി. എം പിമാരൊക്കെ ഉണ്ട്. ഒരു ഗവർണറുടെ പരിപാടിയാണ്, ഞാനും കൂടി അവിടെ ഇരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ഗവർണറോട് പറഞ്ഞു, നാളെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട്, നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല. ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം വന്നു. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ, എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്, ഗവർണറായിരിക്കുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റേതായ രാഷ്ട്രീയമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നിർമ്മലാ സീതാരാമന് അവരുടെ രാഷ്ട്രീയവുമുണ്ട്. സർ, അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിന് അപ്പം തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ. അവിടെ പൊതുവായി കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലത്. നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ, കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ചില ഗൗരവമായ അഭിപ്രായങ്ങൾ അവരും പ്രകടിപ്പിച്ചു, നിർമ്മലാ സീതാരാമനും പ്രകടിപ്പിച്ചു. അങ്ങനെയുള്ള തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു. മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ളൊരു അവസരമാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത്. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പൊതുവിൽ നടന്ന ചർച്ചയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല നിലക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനകത്ത് എല്ലാവരും കഴിയാവുന്നത്ര ശരിയായ നിലപാട് സ്വീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആരും വല്ലാതെ ഇത്തരം ചർച്ചകൾ വരുമ്പം പോലീസിനൊക്കെ എതിരെയുള്ള വലിയ കടന്നാക്രമണങ്ങൾ വരുമല്ലോ. അങ്ങനെയൊരു കടന്നാക്രമണത്തിൻ്റെ ചിത്രമല്ല പൊതുവേ നമ്മൾ കണ്ടത്. സാധാരണ നിലക്ക് വല്ലാതെ കടന്നാക്രമണം വരാനിടയുണ്ടെന്നൊക്കെ കരുതുന്ന ആളുകൾ തന്നെ വളരെ ശാന്തമായി എന്താന്ന് പറഞ്ഞത്. പിന്നൊരു കമൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ് കണ്ടത്. ഇവിടെ പോലീസിൽ എണ്ണത്തിൻ്റെ കുറവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില സാമ്പത്തിക വിഷമം ഡീസലടിക്കാനൊക്കെ നേരിടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വസ്തുതാപരമായ കാര്യം തന്നെയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. അതേപോലെ തന്നെ ദുർഗുണപരിഹാര പാഠശാലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. നേരത്തെ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ചില പോരായ്മകളുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് നല്ല രീതിയിൽ ഇടപെട്ട് പരിഹരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്ന നിലയുണ്ടായത്. ഫോറൻസിക് സയൻസ് ലാബുകളിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 56ഉം ഈ സർക്കാരിൻ്റെ കാലത്ത് 28 തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്.
പക്ഷേ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഉചിതമായ നടപടികൾ തന്നെ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഈ കോവിഡ് കാലവും കൂട്ടി പറഞ്ഞാൽ അത് കുറച്ചധികം ദിവസമായിട്ട് തോന്നും. കാരണം കോവിഡ് കാലത്ത് 655 ദിവസം വരെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തന്നെ അവധി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടിയാൽ വലിയ ദിവസമായിട്ട് തോന്നും സാധാരണഗതിയിൽ. അത് പ്രത്യേക കാലമായിരുന്നു. ആ പ്രത്യേക കാലത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക കേസിൽപ്പെട്ടവർക്ക് മാത്രം പരോളില്ല എന്ന നിലപാട് സർക്കാർ എടുത്തിട്ടില്ല. പൊതുവിലെ ആനുകൂല്യം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. മയക്കുമരുന്നുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക വിങ് പോലീസിൽ വേണമെന്നൊരു അഭിപ്രായം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലൊരു സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കാണ് അതിൻ്റെ ചുമതല. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടത്. എക്സൈസ് വകുപ്പുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളും ശക്തമായ രീതിയിൽ തന്നെ നടത്തി വരികയാണ്. അതെല്ലാം കൂടുതൽ ഫലപ്രദമായി നടക്കുന്നു എന്ന് തന്നെയാണ് അനുഭവം. എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. നമ്മുടെ സ്വർണ്ണക്കടത്തിനെ പറ്റി ഇപ്പോഴും എന്തോ പറയുന്നതായിട്ട് കേട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഈ വർഷം ഫെബ്രുവരി 28 വരെ ഉള്ള കണക്ക് പ്രകാരം അനധികൃതമായി കടത്തിയ 5.062 കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. ഇക്കാര്യത്തിൽ 3 കേസുകളിലായി 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി ഇതേ കാലയളവിൽ 8 കേസുകളിലായി 10 പേരെ അറസ്റ്റ് ചെയ്യുകയും 3.383 കിലോഗ്രാം സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇപ്പോൾ പൊതുവിലുള്ളത്. നേരത്തെ ബഹുമാനായ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ രമേശ് ചെന്നിത്തല, അദ്ദേഹം പറയുമ്പോൾ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. സർ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് IPS തലപ്പത്ത് വല്ലാത്ത ചേരിപ്പോര് കേരളം കണ്ടിരുന്നത്. അന്ന് DGP ആയിരുന്നു കൃഷ്ണമൂർത്തി, DGP റാങ്കിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോണ് SP ചോർത്തി എന്ന പ്രശ്നം ആ ഘട്ടത്തിലായിരുന്നു ഉയർന്നു വന്നത്. മാത്രമല്ല, 2 DGPമാർ പരസ്യമായി ഫേസ്ബുക്കിലൂടെ IPS ചട്ടം ഓർമ്മിപ്പിച്ച് പോരടിച്ചതും അതേ കാലത്തായിരുന്നു. പേരൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ആ പേര് വീണ്ടും പറയുന്നില്ല എന്ന് മാത്രം. പിന്നെ കോപ്പി അടിച്ചതിനെ ഒരു IG പിടിച്ചതും ഓർമ്മയുണ്ടാവുമല്ലോ. 1995 മാർച്ച് 22 പുറത്തിറങ്ങിയ പത്രങ്ങളുടെ മുൻപേജിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. അത് പോലീസ് ആസ്ഥാനത്ത് വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഫോറൻസിക് ലാബിൽ തീപിടിച്ചുവെന്നും സുപ്രധാനമായ കേസ് ഫയലുകൾ കത്തിപ്പോയി എന്നുമായിരുന്നു ആ വാർത്ത. അന്നത്തെ DGPയും ഫോറൻസിക് ഡയറക്ടറും ആരോപണ വിധേയരായ ഈ കേസ് പിന്നീട്
തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു. ഇതൊന്നും ഇപ്പോഴില്ല. ഇപ്പോൾ നല്ല നിലയിൽ തന്നെയാണ് പോലീസ് തലപ്പത്ത് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർ, നമ്മുടെ രാജ്യത്ത് തന്നെ കേരളം ഒരു മാതൃകാ സംസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത് വികസന നേട്ടങ്ങൾ, ക്ഷേമ നടപടികൾ, സമൂഹോന്മുഖമായ നിയമനിർമ്മാണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പൊതുസ്ഥിതിയുടെ കാര്യത്തിലും മാതൃകാപരമാണ്. ഇപ്പോൾ ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ മുതൽ സാമുദായികമായ സാഹോദര്യത്തിൽ വരെ ഒരു മുൻകൈ സ്ഥാനം കേരളത്തിനുണ്ട്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് വർഗീയ സംഘർഷമൊന്നുമില്ലാത്തൊരു നാട് കേരളം എന്ന്. ജനപ്രതിഷേധങ്ങൾക്ക് നേർക്ക് ഒരു തരത്തിലുള്ള ഒരു വെടിവെപ്പ് പോലും ഉണ്ടാകാത്ത ഒരു നാട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ തലത്തിലും സമാധാനം പുലരുന്നൊരു നാടായിട്ടാണ് കേരളത്തെ പൊതുവെ കാണുന്നത്. സർ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയാവുന്നത്? ഇവിടെ നേരത്തെ ചിലർ ചൂണ്ടിക്കാണിച്ചതുപോലെ വർഗീയ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നവരും അതിനുവേണ്ടി ഉപജാപങ്ങൾ നടത്തുന്നവരും ഇവിടെ ഇല്ലേ? ക്രമസമാധാനം തകർത്ത് സ്വൈരജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ നമ്മുടെ നാട്ടിലില്ലേ? എന്നാൽ അതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അനുവദിക്കില്ല എന്ന ഉറപ്പുവരുത്തുന്ന ഛിദ്രശക്തികളെ തലപൊക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നത്. അതാണ് സർ നമ്മുടെ നാടിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നിലനിർത്തുന്നത്. രാഷ്ട്രീയം മാറുമ്പോൾ സാമൂഹ്യ ജീവിതത്തിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും മാറിയ ഒരു കേരളത്തെയാണ് കഴിഞ്ഞ 9 വർഷമായി കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിവിധ വർഗീയ ശക്തികളുണ്ട്. ആ വർഗീയ ശക്തികൾക്ക് തരാതരം പോലെ വഴങ്ങിക്കൊടുക്കുന്നതും അവരുടെ ആനുകൂല്യത്തിൽ അധികാരം നിലനിർത്തുമായ ഭരണമല്ല കേരളത്തിലുള്ളത്. സർ, അതിന് കുറച്ചൊരു ആത്മധൈര്യം വേണം. കാരണം അവരുടേതായ എന്തെങ്കിലും മോശാരം പറ്റാതിരിക്കണം. വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾ ഏത് ശക്തിയുടെ ഭാഗത്തുനിന്നായാലും ഉരുക്കുമുഷ്ടിയോടെ അതിനെ നേരിടാൻ കേരളത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സഹായം കൊണ്ട്, ഞങ്ങളുടെ ശക്തി കൊണ്ട് അധികാരത്തിൽ വന്നവരല്ലേ? ഇനിയും നിങ്ങൾക്ക് അധികാരത്തിൽ വരേണ്ടതല്ലേ? അതുകൊണ്ട് ഞങ്ങളെ ആളെ പിടിച്ചു വെച്ചത് വിട് എന്ന് പറയാൻ ഒരു വർഗീയ ശക്തിക്കും ഇന്ന് കേരളത്തിൽ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തോട് അങ്ങനെയൊരു കൽപ്പന നടത്താൻ കെൽപ്പുള്ള ഒരു ശക്തിയും, ഒരു വർഗീയ ശക്തിയും കേരളത്തിലില്ല. സർ, 9 കൊല്ലത്തിന് മുൻപുള്ള സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. അതാണ് വ്യത്യാസം. എന്തിനാണ് വ്യത്യാസം വന്നത്? പോലീസിന് ന്യായയുക്തമായി, നിയമപരമായി, ചട്ടങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാം. അതിനുള്ള അനുവാദം പൂർണ്ണമായി ലഭിച്ചു. എന്താണ് വന്ന വ്യത്യാസം?
ജനങ്ങൾക്ക് പൊതുവേ ഇതറിയാം, രാജ്യത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ കേരളം പൊതുവിൽ ഇക്കാര്യത്തിൽ ഒരു മാതൃകാ സംസ്ഥാനമായി നിലനിൽക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷം സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചില പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് എല്ലാ ഘട്ടത്തിലും ആ രീതി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതെവിടെയും വിലപ്പോകുന്നില്ല. പോലീസ് മനുഷ്യത്വരഹിതമായി കിരാതമായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രചരിപ്പിച്ചാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മനുഷ്യത്വരാഹിത്യം കേരളത്തിലെവിടെയും ആർക്കും കാണാനാവുന്നില്ല. ഏതെങ്കിലും അപഭ്രംശമുണ്ടായെങ്കിൽ അതിൽ ശക്തമായ നടപടിയെടുത്തു പോകുന്നതായും കേരളം അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നുമുണ്ട്. സർ, മനുഷ്യത്വരാഹിത്യം ഈയിടെ ഒരിടത്ത് കണ്ടല്ലോ. വെളുപ്പാൻ കാലത്ത് ഒരു വീട്ടിലേക്ക് ഇരച്ചു കയറിയ പോലീസ് അവിടെ 1 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ചവിട്ടി ഞെരിച്ച് കൊന്ന ആ ദാരുണ സംഭവമാണല്ലോ നേരത്തെ ബഹുമാനായ KT ജലീൽ പരാമർശിച്ചത്. സർ, അത് രാജസ്ഥാനിലാണ്. അമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന പിഞ്ചു കുഞ്ഞിനെ ചവിട്ടി ഞെരിച്ചു കൊന്നത്. സർ, ആ സംഭവത്തിൽ ശരിയായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ഡൽഹിയിൽ നിന്ന് വളരെ സമയമൊന്നും വേണ്ടാലോ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ. 2-3 മണിക്കൂർ യാത്ര ചെയ്താൽ മതിയാവുമല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സന്ദർശനം ഏതെങ്കിലും ഉണ്ടായോ അവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും? സർ, എവിടെയാണ് മനുഷ്യത്വം? രാജ്യചരിത്രത്തിൽ പോലീസ് പിഞ്ചു കുഞ്ഞിനെ വീട്ടിൽ കയറി ചവിട്ടി അരച്ച് കൊല്ലുന്നു. അവിടെ നേരത്തെ ഇവിടെ പറഞ്ഞു സന്ദർശിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാ കാരാട്ടിനെക്കുറിച്ച്. ദേശീയ തലത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ടയാൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും അവിടെ പോയി ഞങ്ങളുടെ വികാരം പ്രകടിപ്പിച്ചു, അവരോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിയുമോ? ഇവിടെ നാം വേറൊരു ചിത്രം കാണണം സർ. പിഞ്ചു കുഞ്ഞിനെ ചവിട്ടിക്കൊള്ളുന്ന ചിത്രമാണ് രാജസ്ഥാനിൽ കണ്ടതെങ്കിൽ കേരളത്തിൽ 12 ദിവസം മാത്രം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞ്, നവജാത ശിശു, ആ കുഞ്ഞിനെ മുലപ്പാൽ നൽകി സംരക്ഷിച്ചത് നമ്മുടെ ഒരു വനിതാ പോലീസ് ആണ് എന്നത് ഓർക്കണം. കുഞ്ഞിൻ്റെ അമ്മയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഭർത്താവും ഭർത്തൃമാതാവും കൂടി ചേർന്ന് കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ പാൽ കിട്ടാതെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവുകയായിരുന്നു. അത് മനസ്സിലാക്കിയ കേരള പോലീസിൻ്റെ സംയോജിതവും മനുഷ്യത്വപരവുമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് തുറന്ന് ജീവിക്കാനായത്. മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും ഇത് കണ്ടില്ലെന്നടിക്കാനാവുമോ? സർ, മണിപ്പൂരിൽ അവിടെ
രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പോഴും പഴയ സ്ഥിതി തന്നെ, നിരന്തര സംഘർഷം. സർ, തെലുങ്കാന, അവിടെയാണ് കഴിഞ്ഞയാഴ്ച സർക്കാരിനെ വിമർശിച്ച് ഒരു കർഷകൻ സംസാരിച്ചത് വലിയ കുറ്റമായി കണ്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തെന്ന് പറഞ്ഞ് 2 പത്രപ്രവർത്തകരെ, അതും വനിതാ പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവരെക്കുറിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു ഭാഗം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ബഹുമാനായ രമേശ് ചെന്നിത്തലയൊക്കെ കണ്ടിരിക്കുമെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് കണ്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഞാനേതായാലും ആ ഭാഗം പറയുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നവരുടെ ആൾക്കാരും നേതൃത്വത്തിലിരിക്കുന്നവരുമൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നാം കാണണം. നമ്മുടെ ക്രമസമാധാനത്തെക്കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. സർ, ഞാൻ ആവർത്തിക്കുന്നില്ല, നമ്മുടെ സംസ്ഥാനത്തിനൊരു പ്രത്യേകത നേരത്തെ ബഹുമാനായ KT ജലീൽ പറഞ്ഞല്ലോ. അത് ഹോളി ആഘോഷവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഉത്സവത്തിൻ്റെ പ്രശ്നങ്ങൾ. സർ, അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. മറ്റു സ്ഥലങ്ങളിൽ പശുവിൻ്റെ സംരക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുപോകുന്നു. എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഹോളി രാജ്യത്ത് ആഘോഷിച്ചല്ലോ, അതിന് ആഘോഷിക്കാൻ വിസമ്മതിച്ചൊരു ചെറുപ്പക്കാരനെ രാജസ്ഥാനിൽ BJP-ക്കാർ തല്ലിക്കൊന്നു എന്ന് വാർത്ത വന്നു. സർ, ആ ചെറുപ്പക്കാരൻ റവന്യൂ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ രാജസ്ഥാനിലാണ് പണ്ട് പഹ്ലു ഖാൻ അദ്ദേഹത്തിന് സംഭവിച്ചതും ഈ ദുരന്തമായിരുന്നു നമ്മൾ ഓർക്കണം. അത് പശു സംരക്ഷണത്തിൻ്റെ പേരിലായിരുന്നു. ഹോളിയിലേക്ക് വന്നാൽ UP-യിലെ പല മസ്ജിദുകളും ടാർപ്പാളിൻ കെട്ടി മറക്കുന്ന നിലയാണ് ഉണ്ടായത്. അതാണ് നേരത്തെ ശ്രീ KT ജലീൽ പരാമർശിച്ചത്, കേരളത്തിൻ്റെ വ്യത്യാസം. സർ, BJP ഭരിക്കുന്ന UP-യിലാണ് കൻവർ യാത്രയുടെ പാതയിലുള്ള വഴിയോര കച്ചവടക്കാർ തങ്ങളുടെ തിരിച്ചറിയൽ രേഖ പ്രദർശിപ്പിക്കണമെന്ന് അവിടുത്തെ അധികാരികൾ ഉത്തരവിറക്കിയത്. അത് BJP. സർ, ഹിമാചലിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. പക്ഷേ അവിടെയും സമാനമായൊരു നീക്കമുണ്ടായില്ലേ സർ? ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായോ? എന്തിനാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് പ്രദർശിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നത്? ജാതിയും മതവും തിരിച്ചറിയാൻ. വർഗീയ ശക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ എന്ത് നിലപാടാണ് LDF സർക്കാരും ആഭ്യന്തര വകുപ്പും സ്വീകരിക്കുക എന്നത് ചില ഘട്ടത്തിൽ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. വാട്സാപ്പ് ഹർത്താലിൻ്റെയും മറ്റും ഘട്ടത്തിൽ നാം അത് കണ്ടതാണ്. നമ്മുടെ ദക്ഷിണേന്ത്യ പല കാര്യങ്ങളിലും വ്യത്യസ്തമായി നിൽക്കുന്നു എന്നാണല്ലോ നാം കാണാറ്. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഒന്നിലാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ദളിത് വിദ്യാർത്ഥിയുടെ വിരലുകൾ അരിയുന്ന സംഭവം ഉണ്ടായത്. ആ കുട്ടി പരീക്ഷ എഴുതാൻ പോവുകയായിരുന്നു. എന്താ കാര്യം? അവിടെ കബഡി കളിച്ചിരുന്നു. മേൽജാതിക്കാരെന്ന് സ്വയം കരുതുന്ന മറ്റൊരു കുട്ടിയെ ഈ കുട്ടി പരാജയപ്പെടുത്തി. അതാണ് ഇത്തരമൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്.
അവിടെ തന്നെയാണ് വിളവെടുപ്പിന് തയ്യാറായിരുന്ന കൃഷി നശിപ്പിച്ചത്. എന്തായിരുന്നു കാര്യം? ദളിതർ ഇറക്കിയ കൃഷിയായിരുന്നു അത്. ആ കൃഷിക്ക് നല്ല വളവ്, അത് ചിലർക്ക് ദഹിച്ചില്ല. അതാണ് അവിടെ സംഭവിച്ചത്. സർ, കേരളം വ്യത്യസ്തമായി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയാണ്. ഇതില്ല എന്ന് ആര് പറഞ്ഞാലും അത് ജനങ്ങൾ അംഗീകരിക്കില്ല. നമ്മുടെ മികച്ച സാമൂഹ്യ അന്തരീക്ഷം അതിനെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ, അത് അല്ല എന്ന് എത്ര പറഞ്ഞാലും ആര് പറഞ്ഞാലും വസ്തുതകളായി തന്നെ നിലനിൽക്കുമെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നൊരു ഘട്ടമാണ്. കഴിഞ്ഞ ചില കാലങ്ങളിലായി വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് മയക്കുമരുന്നുകൾ വരുന്നുണ്ട്. 2023 മെയ്യിലാണ് അറേബ്യൻ കടലിൽ കൊച്ചി തീരത്തോട് ചേർന്ന് ഏതാണ്ട് 2500 കിലോ മയക്കുമരുന്ന് പിടികൂടിയത്. 2024 ഫെബ്രുവരിയിലാണ് ഗുജറാത്ത് തീരത്തോട് ചേർന്ന് 3300 കിലോ മയക്കുമരുന്ന് പിടികൂടിയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2024 നവംബറിലാണ് ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ തീരത്തോട് ചേർന്ന് ഏതാണ്ട് 6000 കിലോ മയക്കുമരുന്ന് പിടികൂടിയത്. സർ, എന്താണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്? കടലിലൂടെ ചില ദിക്കുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് നിർബാധം വരുന്നു. ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര മാഫിയകളുണ്ട്. വിമാനത്തിലൂടെ, കപ്പലിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്ന മയക്കുമരുന്ന്, ഇതുൾപ്പെടെയുള്ള നിയമവിരുദ്ധ ഉൽപ്പന്നങ്ങൾ തടയേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് സർ? ആ കാര്യത്തിൽ എന്തേ പലപ്പോഴും നിശബ്ദത പാലിക്കുന്നത്? പ്രതിപക്ഷം അത്തരം കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കേണ്ടത് തന്നെയല്ലേ? അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയും ഇവിടുത്തെ ചില വൻ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നത് നാം കാണണം. കപ്പലിലും വിമാനത്തിലും വൻതോതിൽ മയക്കുമരുന്ന് വന്നിറങ്ങുന്നത് അറിഞ്ഞില്ല എന്ന് രാജ്യരക്ഷാ ചുമതല കൂടിയുള്ള ഭരണാധികാരികൾക്ക് പറയാനാവുമോ? ഏതായാലും കേരളത്തിലെ പോലീസും എക്സൈസും മറ്റ് സംവിധാനങ്ങളും ഇക്കാര്യത്തിൽ മാതൃകാപരമായ ഇടപെടലുകളാണ് നടത്തുന്നത്. ഇപ്പോൾ സമീപകാലത്തുണ്ടായ ചില ഉദാഹരണങ്ങൾ, ഒരു മയക്കുമരുന്ന് കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതിയിൽ പോയി റദ്ദു ചെയ്യിച്ച് അയാളെ തമിഴ്നാട്ടിൽ പോയി അതിസാഹസികമായി അറസ്റ്റ് ചെയ്തു. അതുപോലെ മറ്റൊരു പ്രതിയെ ഡൽഹിയിൽ പോയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ആൻഡമാൻ നിക്കോബാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത് കേരള പോലീസ് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നുള്ള ലീഡ് ഉപയോഗിച്ചാണ്. 100 കോടി രൂപയുടെ രാസലഹരിയാണ് ആൻഡമാനിലെ ജങ്കാറിൽ കേരള പോലീസ് കണ്ടെത്തിയത്. സർ, കേരളം കണ്ട ഏറ്റവും വലിയ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് തലവനെ ഒഡീഷയിൽ നിന്നാണ് പിടികൂടിയത്. ഹൈദരാബാദിലെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് നിർമ്മാണശാലയുടെ ഉടമയായ ശതകോടീശ്വരനെ
അറസ്റ്റ് ചെയ്തത് കേരള പോലീസാണ്. അന്താരാഷ്ട്ര ലഹരി മാഫിയയിലെ കണ്ണികളായ ടാൻസാനിയക്കാരെ അറസ്റ്റ് ചെയ്തവരെ കേരള പോലീസാണ്. സർ, എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? ഒരു പ്രത്യേക രാഷ്ട്രീയം അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്തിന് നേർക്ക് കണ്ണടച്ചിരിക്കുന്നു. മറ്റൊരു രാഷ്ട്രീയം അതിനെ ഇഞ്ചിനിഞ്ചിന് നേരിടുന്നു. ഇതല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? മയക്കുമരുന്ന് കേസുകളിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം കൺവിക്ഷൻ റേറ്റ് ഉള്ളത് കേരളത്തിലാണ്. ദേശീയ ശരാശരി 78%. കേരളത്തിൽ ഇത് 99%. തമിഴ്നാട്ടിൽ 82%, തെലങ്കാനയിൽ ആന്ധ്രയിൽ 25%. ക്രമസമാധാനവും നിയമവ്യവസ്ഥയും ഉറപ്പുവരുത്തേണ്ട കേരളത്തിലെ സംവിധാനങ്ങൾ എത്ര കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇവിടെ ഓർക്കേണ്ടത്, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന UDF മുൻപ് അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ എന്തായിരുന്നു സ്ഥിതി എന്നതാണ്. UDFൻ്റെ അവസാന ഘട്ടത്തിൽ നടന്ന നാടിനെ ഞെട്ടിച്ച ജിഷ കൊലപാതക കേസ് തെളിവില്ലാതെ കുഴഞ്ഞു മറിഞ്ഞിരുന്ന ഘട്ടത്തിലാണല്ലോ LDF അധികാരത്തിൽ വന്നത്. ശാസ്ത്രീയ തെളിവുകളുടെ ഫലത്തിൽ കുറ്റവാളികളെ ശിക്ഷിച്ചത് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. ചെരുപ്പ് മരത്തിൽ കെട്ടിത്തൂക്കിയത് ആരായിരുന്നു? ആരുടെ കാലത്താണ് പ്രതിയെ പിടിച്ചത് എന്നെല്ലാം ഓർക്കുന്നത് നല്ലതാണ്. സർ, ഇവിടെ LDF ഭരണത്തിൽ കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ കേരള പോലീസ് രാജ്യത്തിനാകെ മാതൃകയാണ്. എന്നാൽ അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയാകുന്ന കേസുകളിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. 8 വർഷത്തിനുള്ളിൽ 108 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. പോലീസിൻ്റെ സമസ്ത തലങ്ങളും പൂർണ്ണമായും ശുദ്ധവും സുതാര്യവുമാവുന്നു എന്ന് ഉറപ്പാക്കുന്ന ഇത്തരം നടപടികൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. പോലീസ് തെറ്റ് ചെയ്താൽ അത് നമ്മുടെ പോലീസല്ലേ, നമുക്ക് വേണ്ടിയല്ലേ എന്ന മട്ടിൽ ന്യായീകരിച്ച് സംരക്ഷിക്കുന്ന സംസ്കാരം ഈ സർക്കാർ മാറ്റിയെടുത്തു. എന്നിട്ടും ഇതൊന്നും കണ്ടില്ലെന്നടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സർ, ഒരു കുടം താറും ഒരു കുറ്റിച്ചൂലുമായി നിൽക്കുന്ന ഒരാളെക്കുറിച്ച് ഈ സഭയിൽ തന്നെ അംഗമായിരുന്ന കവി കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. താറും ചൂലുമായി തെരുവിലിറങ്ങി നിൽക്കുന്നത് എന്തിനാ? കുളിച്ച് വൃത്തിയായി നടക്കുന്ന ആരുടെയെങ്കിലും മുഖത്ത് കരിപൂശാൻ. ഇങ്ങനെ കരിപൂശാൻ നിൽക്കുന്നവൻ അതേ കരിയിൽ കുളിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഇടയ്ക്കിടെ ഓർമ്മ വരാറുള്ളത്. കുളിച്ചു വന്നവൻ്റെ മുഖത്തേക്ക് തെറിപ്പിക്കാൻ നോക്കുന്ന താർ അത്രയും അത് നിറച്ചു വന്നവൻ്റെ മുഖത്ത് തന്നെ തുടരെ വീഴുക, അതാണിപ്പോൾ തുടർച്ചയായി കാണുന്നത്. സർ, ഇങ്ങനെയൊരു ചിത്രം ഓർമ്മ വരാൻ കാരണം കഴിഞ്ഞ 9 വർഷത്തോളമായി LDF സർക്കാരിനെതിരായി ഉയർത്തിപ്പോരുന്ന ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളുടെ കരിമ്പുകയുയർത്തി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നോക്കുക. സത്യത്തിൻ്റെ കാറ്റും വെളിച്ചവും ഇരമ്പിയെത്തുമ്പോൾ ആ പുകക്കരി ആകെ അകന്നു പോവുക. ഈ സർക്കാർ കൂടുതൽ തിളക്കത്തോടെ പത്തരമാറ്റ ശക്തിയോടെ വിളങ്ങി നിൽക്കുക. സർ, സത്യത്തിൻ്റെ വെളിച്ചം പടരുന്ന മുറക്ക് ഈ കരിമ്പുകയാകെ ആരോപണം ഉന്നയിച്ചവരുടെ മുഖത്തെ മാറാക്കറകളായി പതിഞ്ഞു നിൽക്കുക. ഇതല്ലേ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നിരത്താൻ പറ്റും. എന്നാൽ
ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷത്തിന് ചെയ്യാമായിരുന്ന ഒരു നല്ല കാര്യമുണ്ടായിരുന്നു. അത് തങ്ങൾക്ക് പറ്റിയ തെറ്റ് തുറന്ന് സമ്മതിച്ച് പരസ്യമായി ഒരു ഖേദപ്രകടനം ഈ സഭയിലൂടെ സംസ്ഥാനത്തിലെ ജനങ്ങളോട് നടത്തുന്നതായിരുന്നു നല്ലത്. മിനിമം അത്രയെങ്കിലും ചെയ്താലേ ജനമധ്യത്തിൽ അല്പമെങ്കിലും വിശ്വാസ്യതയുണ്ടാവൂ എന്നെങ്കിലും തിരിച്ചറിയണമായിരുന്നു. ഞങ്ങളിനി ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് നിങ്ങളുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ തെറ്റേറ്റു പറയാൻ നിങ്ങൾക്ക് മനസ്സുമുണ്ടാവില്ല. അതങ്ങനെ നടക്കട്ടെ. നിങ്ങൾ എന്തൊക്കെയാണ് ഇക്കാലത്ത് പറഞ്ഞിരുന്നത്? സർ, വാളയാറിനെ പറ്റി ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. AKG സെൻ്റർ ആക്രമണത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കഥ ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീയിട്ടതിൻ്റെ പേരിൽ എന്തെല്ലാം കഥകളായിരുന്നു പറഞ്ഞത്? സർ, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നത്? ചിലത് കോടതിയിലേക്ക് കൊണ്ടുപോയി. കോടതി അടിസ്ഥാനരഹിതമെന്ന് മുദ്രയടിച്ച് ആക്ഷേപങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് എറിയുകയും ചെയ്തു. സർ, വാളയാർ കേസിൻ്റെ കാര്യം, ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷം ചെയ്തിരുന്നത്? സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞു. CBI വരണമെന്ന് പറഞ്ഞു. ഒരാളെ തോളിലേറ്റ് നടന്ന് സ്ഥാനാർത്ഥിയാക്കി. LDFനെ തോൽപ്പിക്കാൻ കേരളത്തിലാകെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിച്ചു. ഒടുവിൽ CBI വന്നു. കേരള സർക്കാർ സഹകരിച്ചു. എന്തായി? ഒടുവിലെന്തുണ്ടായി? കഴിഞ്ഞ ദിവസം ബഹുമാനായ തദ്ദേശ സംവരണ വകുപ്പ് മന്ത്രി കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾ കൊണ്ടു നടന്നയാൾ തന്നെയാണ് പ്രതി എന്നാണ് ഇപ്പോൾ വന്നത്. AKG സെൻ്റർ ആക്രമണത്തിൻ്റെ കാര്യം എന്തായിരുന്നു കോൺഗ്രസ് പ്രചരിപ്പിച്ചത്? CPIM രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സ്വന്തം ഓഫീസ് ആക്രമിച്ചിട്ട് തങ്ങളെ ആക്ഷേപിക്കുന്നുവെന്നായിരുന്നു. കോൺഗ്രസ് ആസൂത്രണം ചെയ്തു, തെളിവ് നശിപ്പിച്ചു, അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചു, എല്ലാം ചെയ്തു. ഒടുവിലോ പ്രതികളെ പിടികൂടിയപ്പോൾ അയാൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളുടെ സന്തത സഹചാരി. ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണോ ഇത്? സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവച്ച കേസ്, അന്ന് BJPയോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രചരിപ്പിച്ചത് CPM പ്രവർത്തകരാണ് ഇത് ചെയ്തത് എന്നായിരുന്നു. ഒടുവിലെവിടെയെത്തി? സംഘപരിവാറുകാർ അറസ്റ്റിലായി. പ്രചരിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞോ? BJPക്കാരുമായി ചേർന്ന് നിന്ന് CPIMനെതിരെ പ്രചരണം അഴിച്ചുവിട്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. സാന്ദർഭികമായി ഒട്ടേറെ കാര്യങ്ങൾ പരാമർശിക്കാനുണ്ടെങ്കിലും അതിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കൂടുതലായി ഞാൻ കടന്നു പോകുന്നില്ല. സർ, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, 2 സമീപകാല സംഭവങ്ങൾ. ഈയിടെ ഒരു ദിവസം 2 കോടതി വിധികൾ വന്നു. ഒന്ന് കൽക്കത്തയിലെ ആർജിക്കർ കേസിൽ, മറ്റൊന്ന് കേരളത്തിലെ ഷാരോൺ കേസിൽ. കൽക്കത്ത കേസിൽ നീതി ലഭ്യമായില്ല എന്ന മുറവിളി ഉയർന്നു. ഷാരോൺ കേസിൽ നീതി നടപ്പായി എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആർജിക്കർ കേസിൽ തെളിവുകൾ ബോധ്യപ്പെടുത്തും വിധം കണ്ടെത്തി നിരത്തുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച വന്നതാണ് കുറ്റവാളിക്ക് വധശിക്ഷ നൽകാതിരുന്നതിന് കാരണമെന്ന് വിമർശനമുയർന്നു. അതേസമയം ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഏറെ സങ്കീർണമായ ഷാരോൺ കേസിൽ തെളിവുകൾ കണ്ടെത്തി അവതരിപ്പിച്ച്
കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുത്തതിന് കോടതി തന്നെ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു. ഇതാണ് വ്യത്യാസം. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷത്തിന് ദഹിക്കാത്ത വ്യത്യാസം. സർ, പോലീസ് രാജ് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പഴയ ചില ഓർമ്മകൾ വെച്ചുകൊണ്ട് മാത്രം പറയുന്ന കാര്യമാണ്. കേസന്വേഷണത്തിൽ മാത്രമല്ല, ക്രമസമാധാനത്തിലും നമ്മൾ മാതൃകയാണ്. സേവന കാര്യത്തിലും അങ്ങനെ തന്നെ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലം. അവിടെ എല്ലാവരും ശബരിമല തീർത്ഥാടനത്തെ ഈ വർഷം വലിയ തോതിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നതാണ് നാം കണ്ടത്. നിങ്ങൾ പലരും അവിടെ പോയി തീർത്ഥാടകരായി ആ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ അനുഭവിച്ചവരാണ് എന്നുള്ളതുകൊണ്ട് കൂടുതലായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സർ, ഈ ഉത്തർപ്രദേശിൽ ഇതേ ഘട്ടത്തിൽ കുംഭമേള നടന്നല്ലോ. യു പിയിലെ മുഴുവൻ പോലീസിനെയും അവിടെ വിന്യസിച്ചു. 10,000 കോടി നീക്കിവെച്ചു. എന്നിട്ടും ദുരന്ത വാർത്ത നമുക്ക് അവിടുന്ന് കേൾക്കേണ്ടി വന്നു. ഇവിടെയോ ഒരു പ്രശ്നവുമില്ലാതെ, ഒരാക്ഷേപവുമില്ലാതെ ഗംഭീരമായി തീർത്ഥാടനം പൂർത്തിയാക്കിയതിൻ്റെ വിജയവാർത്ത. അത്ര പണമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. എല്ലാ പോലീസിനെയും അവിടെ വിനിയോഗിക്കാൻ പറ്റുമായിരുന്നില്ല. എന്നിട്ടും പഴുതടച്ച് ഒരു പരാതിയും ഉണ്ടാവാത്ത വിധം നാം ശബരിമല തീർത്ഥാടനം ഉജ്ജ്വല വിജയമാക്കി. അതിൽ മറ്റുള്ളവരോടൊപ്പം പോലീസും ആഭ്യന്തര വകുപ്പും വലിയ പങ്ക് തന്നെ വഹിക്കുകയുണ്ടായി. സർ, LDF സർക്കാരിനെ പൊതുസമൂഹത്തിൽ താറടിച്ച് കാട്ടാനായി വലിയ തോതിലുള്ള ആരോപണങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കാൻ നമ്മുടെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും വൃഥാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാം കാണുന്നുണ്ട്. ഒരാരോപണം ഉന്നയിക്കുക, അതിൽ വസ്തുതയില്ല എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുക, തൊട്ടു പിന്നാലെ മറ്റൊരാരോപണവുമായി രംഗപ്രവേശം ചെയ്യുക. ഇതിനെക്കുറിച്ചൊക്കെ ഇല്ലാത്ത ഉപകഥകൾ സൃഷ്ടിച്ച് ചർച്ച നടത്തുക. ഈ അപഹാസ്യമായ പതിവാണ് തുറന്നു വരുന്നത്. ഇതിനെപ്പറ്റിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പരാമർശിച്ചത്. നിങ്ങളുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റാണ് എന്ന് പറഞ്ഞത്. അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരമൊരു പരാമർശം മറ്റാരെക്കുറിച്ചെങ്കിലുമാണ് ഉയർന്നു വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹൈക്കോടതിയിൽ നിന്ന് വന്നാൽ അതും നിങ്ങൾ ആലോചിച്ചാൽ മതി. ചീറ്റിപ്പോയ UDFൻ്റെ നനഞ്ഞ പടക്കങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ജനാഭിലാഷത്തിനൊത്ത് പ്രവർത്തിക്കുന്ന LDF സർക്കാരിനെതിരെ പറയാൻ ഒന്നും കിട്ടാതെ വന്ന പ്രതിപക്ഷം വ്യാജ വാർത്തകളുണ്ടാക്കി പുകമറ സൃഷ്ടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. LDFനെതിരെ കിട്ടുന്ന നിസ്സാര കാര്യം പോലും വലിയ വാർത്തയാക്കാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ സഹായം UDFനും BJPക്കും നല്ല നിലയിൽ കിട്ടുന്നു എന്നതും നാം കാണുന്ന കാര്യമാണ്. അത്തരം ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും ആ ഉദാഹരണങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ അധികമായി കടന്നു പോകുന്നില്ല. സർ, നമ്മുടെ സംസ്ഥാനത്ത് അഴിമതിയോട് സീറോ ടോളറൻസ് എന്ന സർക്കാർ നയം പിന്തുടർന്ന് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ പൊതുജനങ്ങൾക്ക് വേഗത്തിലുള്ളതും അഴിമതിരഹിതവുമായ സേവനങ്ങളാണ് നൽകി വരുന്നത്. കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ VACBയുടെ എല്ലാ യൂണിറ്റുകളെയും ഊർജ്ജസ്വലമാക്കി ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഫലമായി 2025 ജനുവരിയിലും ഫെബ്രുവരിയിലുമായി 18ഓളം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
17 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിജിലൻസ് വകുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു മാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ട്രാപ്പ് കേസുകളും അറസ്റ്റും നടക്കുന്നത് ഇതാദ്യമാണ്. എല്ലാ ഓഫീസുകളിലും വിവരദാതാക്കളുടെ ഒരു ശൃംഖല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയും കൈക്കൂലി ആവശ്യപ്പെടുന്നതിനെതിരെ പരാതി നൽകാൻ സാധാരണക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വകുപ്പുകൾക്കുള്ളിലെ അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ടത് പ്രധാനമാണ്. ഇതിൻ്റെ ഭാഗമായി ഇൻറ്റേർണൽ വിജിലൻസ് ശക്തിപ്പെടുത്താനാണ് കാണുന്നത്. നിലവിലെ സംവിധാനത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തി ആഭ്യന്തര വിജിലൻസ് സെല്ലുകൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, പരമ്പരാഗതമായി അടഞ്ഞ ഇടങ്ങളായി കരുതപ്പെടുന്ന ജയിലുകളെ ക്രിയാത്മകമാക്കി മാറ്റി എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. കേരളത്തിലെ ജയിലുകൾ ഇന്ന് കേവലം കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പാർപ്പിക്കുന്ന ഇടങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജയിലുകളിലെ അന്തേവാസികളുടെ ക്ഷേമം മെച്ചപ്പെടുന്നതിനും അവരുടെ മാനസിക പരിവർത്തനം, പുനരധിവാസം എന്നിവയ്ക്ക് സഹായം നൽകുന്നതിനുമായി പുതുതായി രൂപീകരിച്ച മുഖ്യമന്ത്രി അധ്യക്ഷനായ ജയിൽ ഉപദേശ സമിതി രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ജയിലുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള നിർണായകമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ അടിയന്തരമായി നടപ്പിലാക്കാൻ കഴിയുന്നവയും അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്. ഇവ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തെറ്റുതിരുത്തൽ പ്രക്രിയ കേവലം ഭരണകൂടത്തിൻ്റെയും ജയിലുദ്യോഗസ്ഥരുടെയും മാത്രം ചുമതലയല്ല എന്നും പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനാകുമെന്നും ബോധ്യപ്പെടുത്താൻ ഈ സമിതിക്ക് സാധിക്കുന്നുണ്ട്. സർ, ജയിൽ അന്തേവാസികളുടെ സംശുദ്ധീകരണത്തിനും സന്മാർഗീകരണത്തിനുമൊപ്പം ശിക്ഷ കഴിഞ്ഞ് അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ലഭിക്കുന്നതിനായുള്ള തൊഴിൽ പരിശീലനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞ വിവിധ സംരംഭങ്ങൾ വഴി അന്തേവാസികൾക്ക് വരുമാനം ലഭിക്കുന്നുവെന്ന് മാത്രമല്ല, ചെറുതല്ലാത്ത തുക സർക്കാർ ഖജനാവിലേക്കും ലഭിക്കുന്നുണ്ട്. അത് അവരുടെ ഉന്നമനത്തിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് വിനിയോഗിക്കുക. വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ 50% പ്രിസൺ ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്കാണ് വിനിയോഗിക്കുക. അന്തേവാസികൾക്ക് മാനസിക ചികിത്സാ സൗകര്യങ്ങളും കൗൺസലിംഗ് സേവനങ്ങളും കാലോചിതവും സമഗ്രവുമാക്കും. അന്തേവാസികളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനുമുള്ള സാഹചര്യങ്ങൾ വിപുലമാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പുരോഗമനോന്മുഖമായ സമൂഹത്തിന് ചേർന്ന വിധത്തിൽ ജയിലുകളുടെ പ്രവർത്തനം പരിഷ്കരിക്കുന്ന കാര്യത്തിൽ സർക്കാർ അതീവ ശ്രദ്ധയാണ് നൽകി വരുന്നത്. ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ചിലത് വേണ്ടാന്ന് വെക്കുന്നതാണ് ഞാൻ ഇപ്പോഴത്തെ കാലത്ത്. അതെ, അതിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനം എല്ലാ തരത്തിലും കാര്യക്ഷമമായി നടക്കുന്ന ഒരു ഘട്ടമാണിത്. നമ്മുടെ ദുരന്തഘട്ടങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഫയർഫോഴ്സിനെ ആധുനീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുള്ള യുവതികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ക്യൂബ ടീം തന്നെ ഫയർഫോഴ്സിന് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമാണത്. കൂടുതൽ ശക്തമായ രീതിയിൽ ഫയർഫോഴ്സിനെ ഒരുക്കാനാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. സർ, അച്ചടിയും സ്റ്റേഷനറിയും വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ച് സർക്കാർ പ്രസ്സുകൾ നവീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെ കിഫ്ബി മുഖേന 100 കോടി രൂപ വിനിയോഗിച്ച് ആവശ്യമായ ആധുനികവൽക്കരണത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്.
ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം സെൻട്രൽ പ്രസ്സും മണ്ണന്തല ഗവൺമെൻറ് പ്രസ്സും ആധുനികവൽക്കരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുക. ഇതിനുള്ള DPR തയ്യാറാക്കാൻ നിർവഹണ ഏജൻസിയായ വാപ്കോസിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സർ, വിവര പൊതുജന സമ്പർക്ക വകുപ്പ് സാമൂഹികമായ പ്രശ്നങ്ങൾ, ഇടപെടലുകൾ ആവശ്യമായ വിഷയങ്ങൾ തുടങ്ങിയവ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന്മേൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ജനങ്ങളെ അറിയിക്കുക എന്ന നിലയിൽ സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ഒരു പാലമായാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പ് പ്രവർത്തിച്ചു വരുന്നത്. ഇപ്രകാരം ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ജനാഭിലാഷം നിറവേറ്റുന്ന തരത്തിൽ ഭരണനിർവഹണം സാധ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ താലൂക്ക് തലം വരെ ഫലപ്രദമായി നടന്നു വരികയാണ്. അച്ചടി, ദൃശ്യ, ശ്രവ്യ നവമാധ്യമങ്ങൾ മുഖേന ജനങ്ങളുമായി നിരന്തര സമ്പർക്കമാണ് വകുപ്പ് പുലർത്തി വരുന്നത്. സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യഥാസമയം ജനങ്ങളിൽ എത്തിക്കുന്നതിനും അതിൻ്റെ ഗുണഫലങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പ് നടത്തുന്നത്. ആധുനിക ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, AI, നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലവും ശക്തവുമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നു. അല്ല, അങ്ങ് പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ CPOമാരുടെ റാങ്ക് ലിസ്റ്റിൽ ആകെ അന്ന് സബ്ജക്റ്റ് കമ്മിറ്റി വെച്ച് അങ്ങ് എന്നോട് പറഞ്ഞായിരുന്നു കൂടുതൽ ആളുകളെ നിയമിച്ചിട്ടുണ്ടെന്ന്. 27% മാത്രമാണ് നിയമിച്ചത്. 2 മാസത്തിന് അവരുടെ കാലാവധി തീരാൻ പോവുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരായ ആളുകൾക്ക് ജോലിക്കുള്ള സാധ്യതയുണ്ടോ എന്നൊന്ന് പരിശോധിക്കുകയും ആ റാങ്ക് ലിസ്റ്റിൽ പെട്ട കുറേ ആൾക്ക് കൂടി ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുമോ എന്ന്. CPOമാരുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പൊതുവെ എല്ലാ റാങ്ക് ലിസ്റ്റുകളോടും അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇതിനകത്ത് ഏപ്രിലാണ് അവരുടെ കാലാവധി അവസാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യുമെന്ന ഉറപ്പാണ് ഞാനിപ്പോൾ നൽകുന്നത്. ദുരന്ത നിവാരണ വകുപ്പുമായി ബന്ധപ്പെട്ട് സവിശേഷമായ ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങൾ മൂലവും വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അടിക്കടി ഉണ്ടാകുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് ദുരന്തങ്ങളെ നേരിടുന്നതിന് ഫലപ്രദമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള കേരള വാർണിംഗ്സ്, ഹസാർഡ്സ് ആൻഡ് ക്രൈസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കവചം ഈയിടെ പ്രവർത്തനം ആരംഭിച്ചു. വയനാട്ടിലെ മേപ്പാടി ഉരുൾപൊട്ടലിനെ തുടർന്ന് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്നതിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും കഴിഞ്ഞു. സമാനതകളില്ലാത്ത ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനമാണ് അവിടെ നടത്തിയത്. പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിന് ഈ മാസം തന്നെ തുടക്കം കുറിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുന്നതാണ്. ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ബോധവൽക്കരണ പരിശീലന പരിപാടികൾ നടത്തിവരികയാണ്. 26 വകുപ്പുകളിൽ വകുപ്പ് തല ദുരന്ത നിവാരണ പദ്ധതികൾ അടുത്ത സാമ്പത്തിക വർഷം പൂർത്തിയാക്കും. വിവിധ വകുപ്പുകളിൽ ദുരന്ത നിവാരണത്തിനായി വെർച്വൽ കേഡർ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവർക്കാവശ്യമായ പരിശീലനവും ഇതോടൊപ്പം നൽകുന്നതാണ്. എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും സ്കൂൾ ദുരന്ത നിവാരണ പദ്ധതി ഈ വർഷം പൂർത്തീകരിക്കും. മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള എല്ലാ ആശുപത്രികളും ആശുപത്രി ദുരന്ത നിവാരണ പദ്ധതിയും തയ്യാറാക്കും. ദുരന്ത നിവാരണ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീയുമായി സഹകരിച്ച് എല്ലാ അയൽക്കൂട്ടങ്ങൾക്കും പരിശീലനം നൽകാനും ഉദ്ദേശിക്കുന്നു. ഇതോടൊപ്പം ആപത് മിത്ര, സിവിൽ ഡിഫൻസ്, സന്നദ്ധ സേന എന്നിവയുടെ പ്രവർത്തനവും വിപുലീകരിക്കും. സർ, ഇതുപോലുള്ള ഒട്ടനേകം കാര്യങ്ങളാണ് ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്നാൽ ബഹുമാനരായ പ്രതിപക്ഷാംഗങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷിക ഘട്ടം അടുത്തു വരികയാണ്. അപ്പോൾ 4ാം വാർഷികം നല്ല രീതിയിൽ ആചരിക്കാനും ബഹുജനങ്ങളിലേക്കാകെ ഇത്തരം കാര്യങ്ങൾ എത്തിക്കാനും കഴിയേണ്ടതുണ്ട്. അക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബജറ്റ് പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓർഡർ. ധനാഭ്യർത്ഥന നമ്പർ 12 പോലീസ് എന്ന 12ാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷൻ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. പോലീസ് എന്ന 12ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ
പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2025-26 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ? യെസ്. പോൾ. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ലീവ് പറഞ്ഞിട്ടുള്ളത് ശിവൻകുട്ടി, അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ, PA മുഹമ്മദ് റിയാസ്. യെസ്. യെസ്. പോൾ. റിംഗ് ദ ബെൽ. യെസ്. പോലീസ് എന്ന 12-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2025-26 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ എബ്സ്റ്റെയിൻ എന്ന ക്രമത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് പോളിംഗ്. വരും. യെസ്. പറയാം. യെസ്. പറയാം. ആരുടെ വരാത്ത ആഡ് ചെയ്യാം. യെസ്. പ്രതിപക്ഷ നേതാവ്. ടെക്നിക്കൽ എററാണ്, പരിശോധിക്കാം. അല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഉണ്ടല്ലേ? യെസ്. 25 + 1 26. ഡെപ്യൂട്ടി ഇല്ലല്ലോ. യെസ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ 73, പ്രതികൂലിക്കുന്നവർ 26, നിഷ്പക്ഷത പാലിക്കുന്നവർ നിൽ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ധനാഭ്യർത്ഥന നമ്പർ 13 ജയിലുകൾ എന്ന 13-ാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷൻ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭയുടെ അനുമതിയോ തള്ളിയിരിക്കുന്നു. ജയിലുകൾ എന്ന 13 നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യവിവരപ്പട്ടിക സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ച തുക 2025-26 സാമ്പത്തിക വർഷ ചെലവുകൾ പോലെ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ സെയിം സ്ട്രെങ്ത് ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ധനാഭ്യർത്ഥന നമ്പർ 14 സ്റ്റേഷനറിയും അച്ചടിയും മറ്റ് ഭരണപരമായ സർവീസുകളും എന്ന 14-ാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിച്ച കട്ട് മോഷൻ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷൻ സഭ തള്ളിയിരിക്കുന്നു. സ്റ്റേഷനറിയും അച്ചടിയും മറ്റ് ഭരണപരമായ സർവീസുകളും എന്ന 14 നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2025-26 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ധനാഭ്യർത്ഥന നമ്പർ 23 വാർത്താവിതരണവും പ്രചരണവും എന്ന 23-ാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷൻ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷൻ സഭ തള്ളിയിരിക്കുന്നു. ഇനി വാർത്താവിതരണവും പ്രചരണവും എന്ന 23-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ച തുക 2025-26 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ സെയിം സ്ട്രെങ്ത് ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ധനാഭ്യർത്ഥന നമ്പർ 26 പ്രകൃതിക്ഷോഭം മൂലമുള്ള ദുരിതാശ്വാസത്തിന് എന്ന 26-ാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷൻ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനിൽ സഭ തള്ളിയിരിക്കുന്നു. ഇനി പ്രകൃതിക്ഷോഭം മൂലമുള്ള ദുരിതാശ്വാസത്തിന് എന്ന 26-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2025-26 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കാൻ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ സെയിം സ്ട്രെങ്ത് ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു.